Morning. Exam ഒക്കെ കുഴപ്പമില്ല മിസ്. കുഴപ്പമുണ്ടായില്ല. കുഴപ്പമുണ്ടായില്ലേ? സിമ്പിൾ ആയിരുന്നു അല്ലേ? അതിന് സിമ്പിൾ ആയിരുന്നല്ലോ. നെക്സ്റ്റ് മൊഡ്യൂൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. റിസൾട്ട് വെയിറ്റിംഗ് ആണ്. റിസൾട്ട് വരുമ്പോൾ നോക്കാം അല്ലെ എങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, മോർണിംഗ്. തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിലേക്ക് എപ്പോഴാണ് മിക്സിന് അറിയില്ല. റിസൾട്ട് വന്നത് എപ്പോഴാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് റിസൾട്ട് ചിലപ്പോ ഓഫീസിൽ നിന്ന് അയച്ചു തരും. അറിയില്ല, മിക്സിന് അറിയില്ല. ഓക്കെ, ചിലപ്പോ ഒരാഴ്ചക്കുള്ളിലൊക്കെ വേണ്ടിയിരിക്കും, അറിയില്ല. നമ്മള് തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിലേക്ക് കിടക്കാൻ പോകുന്നതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? എന്തായിരുന്നു പ്രത്യേകത? തേർഡ് ആൻഡ് ഫോർത്തിന്റെ പ്രത്യേകത അറിയോ? ടു ആൻഡ് വൺ പോലെയുള്ള പാടാണല്ലേ? ഇത് പാടാണ്. എങ്ങനെയായിരുന്നു ഫസ്റ്റ് ക്ലാസ്? വാഹിദ മിസ്സിന്റെ ക്ലാസ് പാടായിരുന്നോ? ഏത് ചാപ്റ്റർ എടുത്തത് മിസ്? ഇല്ല, പാടല്ലായിരുന്നു അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, ഫോർത്ത് മൊഡ്യൂൾ തേർഡ് മൊഡ്യൂളിൽ പിന്നെയും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഫോർത്ത് മൊഡ്യൂളിൽ കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ട്രൈറ്റ് ചാപ്റ്റേഴ്സ് ആണ്. കുറെ അധികം പഠിക്കാനുണ്ട്, പേജുകളൊക്കെ ഉണ്ട് കുറെ അധികം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾസിൽ വേഗം ചിലപ്പോൾ 4 പേജൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ ഓരോ ചാപ്റ്റേഴ്സും. ഇത് അങ്ങനെയല്ല, പേജുകളുണ്ട്, പഠിക്കാനുണ്ട്. പക്ഷെ പഠിച്ചാലും നമുക്ക് ബോറിംഗ് ആയിരിക്കും. ഓരോ കാര്യങ്ങളും കേൾക്കാനും അതുപോലെ പഠിക്കാനും. ടീച്ചേഴ്സിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബോറടിക്കും ചിലപ്പോ. നേരത്തെ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചാൽ മതി. അതല്ലേ ഇപ്പഴേ മിസ് പറയണേന്ന്, അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ അല്ലെ മിസ് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. ഇപ്പഴേ മുൻകൂട്ടി പറഞ്ഞ് ടെൻഷനൊന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല. ടെൻഷനൊന്നും വേണ്ട. അപ്പൊ ഓരോ ക്ലാസ്സിലും വീഡിയോ ക്ലാസ്, റെക്കോർഡിംഗ് ക്ലാസ് കാണാം. ഇവിടെ ഓൺലൈൻ ക്ലാസ്സിൽ കയറാൻ പറ്റില്ലെങ്കിലും റെക്കോർഡിംഗ് ക്ലാസ് കണ്ടിട്ട് അടുത്ത ക്ലാസ്സിൽ ഇരുന്നാല് കുഴപ്പമുണ്ടാവില്ല കേട്ടോ. പിന്നെ കാണാം. പാടൊന്നും ആവില്ല, കുഴപ്പമില്ല. അതൊക്കെ പറഞ്ഞതാണ്. ഓരോ കാര്യങ്ങളും അപ്പൊ തന്നെ പഠിച്ചു വെക്കാം. ഓരോ കാര്യങ്ങളും കേട്ടോ. അന്ന് കിട്ടുന്ന പാഠങ്ങള് അന്ന് തന്നെ വായിച്ചു പോകണമെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, ഒത്തിരി പേജുകളുണ്ട് പഠിക്കാനായിട്ട്. ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റർ മൊഡ്യൂൾസിലൊക്കെ 4 പേജുകൾ അല്ലെങ്കിൽ 5 പേജുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതിനകത്ത് ഇത്രയും കൂടി അഡീഷണൽ ആയിട്ട് പേജുകളൊക്കെ ഉണ്ട്. ഓക്കെ, അത് ഒത്തിരി അതെ, ശരിയാണ്. അവര് ഉച്ചയ്ക്ക് ശേഷമല്ല റെക്കോർഡ് ചെയ്ത് അയച്ചത്. അത് ശരിയാണ്, ശരിയാണ്. നാളെ കിട്ടും. കുഴപ്പമില്ല കേട്ടോ, ക്ലാസ്സിൽ കയറിയിരുന്നാൽ മതി, കുഴപ്പമില്ല. ഇരിക്കാനൊന്നുമില്ല, മിസ് പറഞ്ഞതാണ്, നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല കേട്ടോ മിസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എടുക്കുന്നത് 9th ചാപ്റ്റർ ആണ്, മാർക്കറ്റിംഗ്. എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല്? എന്താണ് കേട്ടിട്ടുണ്ടാവുമല്ലോ. കൊമേഴ്സ് ബേസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സില്? വിൽപ്പന അല്ലെ? കാർത്തികയുണ്ട്, ഗീത. ശ്രീലക്ഷ്മിയൊക്കെ കൊമേഴ്സ് ബേസ്ഡ് ആണോ? ഓക്കെ, അപ്പോ കുഴപ്പമില്ല. ഓക്കെ,
അപ്പോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം സാധനങ്ങള് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെ. ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഇനി ആരൊക്കെ ഉണ്ടാവും മാർക്കറ്റിംഗിലെ പങ്കാളികള് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാനായിട്ട് ആരൊക്കെ ഉണ്ടാവും? ബയർ ഉണ്ടാവും, സെല്ലർ ഉണ്ടാവും അല്ലെ. ഇനി നമുക്ക് നോക്കാം. 3 രീതിയിലാണ്, 3 ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പ്രൊഡ്യൂസർ ഉണ്ടാവും, കൺസ്യൂമർ ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണല്ലേ ഇതിന്റെ. അപ്പോ വാട്ട് ഈസ് മാർക്കറ്റിംഗ് 3 ഡെഫിനിഷൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 3ഉം വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓപ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. ഓക്കെ, മാർക്കറ്റിംഗ് എന്താണെന്ന് ചോദിക്കാം. ഡെഫിനിഷൻ തന്നിട്ട് എന്തിന്റെ ഡെഫിനിഷൻ ആണെന്ന് ചോദിക്കാവുന്നതാണ്. ഇമ്പോർട്ടന്റ് ആണ് കാര്യങ്ങൾ ഡെഫിനിഷൻ വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് എ പെർഫോമൻസ് ഓഫ് ബിസിനസ് activities that manage the flow of goods and services from the producer to the consumer or user. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? It is a performance of business activities that manage the flow of goods and services from the producer to the consumer. Producer ആരായിരിക്കും? പ്രൊഡ്യൂസറിന്റെ മീനിങ് എന്താണ്? പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാല് പ്രൊഡ്യൂസർ നിർമ്മിക്കുന്ന ആളല്ലേ. നിർമ്മാതാവ് എന്ന് പറയാം അല്ലെ നമുക്ക്. നിർമ്മാതാവ്. ഓക്കെ, ഉൽപാദകൻ. ഓക്കെ, അപ്പൊ എന്താണ് നിർമ്മാതാവ് എന്ന് പറയാം. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാല് നിർമ്മാതാവ്. ഗുഡ്സുകള് ഉണ്ടാക്കുന്ന വ്യക്തികൾ അല്ലെ, നിർമ്മാതാക്കള്. ഓക്കെ, ഇനി കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? കൺസ്യൂമർ മീനിങ് പറഞ്ഞേ. ഉപഭോക്താവ് അല്ലെ, വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി. അല്ലെങ്കിൽ ഈ കൺസ്യൂമറെ പറയുന്ന മറ്റൊരു പേരാണ് ഓർ യൂസർ അല്ലെ. എന്താണ്? ഉപയോഗിക്കുന്ന ആള് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വ്യക്തി. ഓക്കെ, അപ്പോ ഇത് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസർ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നില്ലേ, അതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ ബിസിനസ് ആക്ടിവിറ്റി ഉപഭോക്താവിന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന കൺസ്യൂമറുടെ അല്ലെങ്കിൽ യൂസറുടെ കയ്യിലേക്ക് എത്തിക്കുന്ന ആ ബിസിനസ് ആക്ടിവിറ്റിയുടെ ഫ്ലോ, അതിനെയാണ് നമ്മള് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ചിലപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഒന്നുകൂടി മിസ് പറയാം. 2 ആളുകളുണ്ട് ബിസിനസ് ആക്ടിവിറ്റിയില്. ആരൊക്കെയാണ്? പ്രൊഡ്യൂസറും ഉണ്ട്, കൺസ്യൂമേഴ്സും ഉണ്ട്. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധനങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിർമ്മാതാവ്. ഇനി കൺസ്യൂമർ അല്ലെങ്കിൽ യൂസർ എന്ന് പറയുന്ന ആളെ പറയുന്നതാണ് ഇത് സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തികൾ അല്ലെ. നമ്മളൊരു കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോ നമ്മൾ ആരായിരിക്കും? പ്രൊഡ്യൂസർ ആയിരിക്കും, അല്ലെങ്കിൽ കസ്റ്റമർ ആയിരിക്കും, അല്ലെങ്കിൽ യൂസർ ആയിരിക്കും? ആരായിരിക്കും? കൺസ്യൂമർ, യൂസർ അല്ലെ. സാധനങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുന്ന വ്യക്തികൾ അല്ലെ. ബയറുടെ കയ്യിൽ നിന്ന് സെല്ലറുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ആളുകള്, സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തികളാണ് നമ്മളെയാണ് കൺസ്യൂമർ അല്ലെങ്കിൽ യൂസർ എന്ന് പറയുന്നത്. ഇനി പ്രൊഡ്യൂസർ ആരായിരിക്കും? പ്രൊഡ്യൂസർ കടയിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ പ്രൊഡ്യൂസർ ആരായിരിക്കും? സെല്ലർ അല്ലെ. ആ കടയിൽ നിന്ന് സാധനങ്ങൾ വിൽക്കുന്ന വ്യക്തികൾ അല്ലെ. മനസ്സിലായോ? പ്രൊഡ്യൂസർ ആരാണ്, കൺസ്യൂമർ ആരാണെന്ന് ഇനി ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? ആരൊക്കെയാണ് ഉള്ളത്? മനസ്സിലാവാത്തവരുണ്ടോ? പ്രൊഡ്യൂസർ ആരാണ്, സെല്ലർ ആരാണ്, അല്ലെങ്കിൽ കൺസ്യൂമർ ആരാണെന്നുള്ളത് കിട്ടിയോ? ഓക്കെ, കൊമേഴ്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് ഒക്കെ ബേസുള്ളവർക്ക് അറിയാൻ പറ്റും. ഇനി ആർക്കെങ്കിലും സയൻസ് പഠിച്ചവർക്കോ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി പറയാം. പ്രൊഡ്യൂസർ അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന് പറയുന്നത്, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാല്
അപ്പൊ ഞാനിപ്പോ ഒരു കടയിൽ നിന്നൊരു സാധനം വാങ്ങിക്കും. അപ്പൊ എന്താണ് ഇവിടെ സാധനങ്ങൾ വിൽക്കുന്ന വ്യക്തികളെയാണ് നമ്മള് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നിർമ്മാതാവ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധനം ഉണ്ടാക്കുന്ന വ്യക്തികള്, നിർമ്മാതാക്കൾ. ഇനി നമ്മൾ എന്ത് ചെയ്തു, കടയിൽ പോയിട്ട് നമ്മള് സാധനങ്ങൾ, എനിക്കൊരു പേന വേണം, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കുന്നു അല്ലെ, പേന വാങ്ങിക്കണം. ഞാൻ ആരായിരിക്കും, കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി ആയിരിക്കും. ആ ആളെയാണ് അല്ലെങ്കിൽ എന്നെ പറയുന്ന പേരാണ് കൺസ്യൂമർ അല്ലെങ്കിൽ യൂസർ. കിട്ടിയോ ഗ്രീഷ്മ? ഓക്കെ ആണോ? ഇനി ഡൗട്ട് വല്ലതും ഉണ്ടോ? കൺസ്യൂമർ ആരാണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആരാണെന്നുള്ളതിന് ഇല്ല, ക്ലിയർ ആയില്ലേ? അപ്പൊ എന്താണ് നമ്മുടെ ഡെഫിനിഷനിൽ പറയുന്നത്? ഇറ്റ് ഈസ് എ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി അല്ലെ. സാധനങ്ങള് വാങ്ങി ഉപയോഗിക്കുന്ന ആ ആക്ടിവിറ്റിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഒരു ബിസിനസ് ആക്ടിവിറ്റി ആണ് അല്ലെ. നമ്മുടെ കടയിൽ നിന്ന് പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു, അതിനെ പറയുന്നതാണ് ഒരു ബിസിനസ് ആക്ടിവിറ്റി ആണ്. It that manages the flow of goods and services from the producer to the consumer. നിർമ്മാതാവിൽ നിന്ന് സാധനങ്ങള് ആരാണ് വാങ്ങിക്കുന്നത്? യൂസർ വാങ്ങിക്കുന്ന ആ ബിസിനസ് ആക്ടിവിറ്റിനെ പറയുന്നതാണ് മാർക്കറ്റിംഗ്. ക്ലിയർ ആയോ? നിർമ്മാതാവിൽ നിന്ന് സാധനങ്ങള് യൂസർ വാങ്ങിക്കുന്നു അല്ലെ. നിർമ്മാതാവിൽ നിന്നാണല്ലേ വാങ്ങിക്കുന്നത്, കടയിൽ നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന്, സെല്ലറിൽ നിന്ന് ബയ്യർ, നമ്മള് ബയ്യറാണ്. ഓക്കെ, ബയ്യറിൽ നിന്ന് വാങ്ങിക്കുന്ന അവരിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ബിസിനസ് ആക്ടിവിറ്റിനെയാണ് നമ്മള് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡെഫിനിഷൻ ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. It is the development and systematic distribution of the goods and services for selected consumer segment. ഈ സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു കമ്പനി പേസ്ട്രീം അവര് ഉണ്ടാക്കുന്നു. ആരെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്? പേസ്ട്രീം ഒക്കെ ആരാ കൂടുതലും യൂസ് ചെയ്യാം? വുമൻസ് ആണല്ലേ. വുമൻസ് ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അവർക്കായിരിക്കും ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളവര് അല്ലെ. അവരാണ് കൂടുതലും ബ്യൂട്ടി ആയിട്ടുള്ളത്, കോൺഷ്യസ് ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം കമ്പനി ഇറക്കുന്നത്, ഫേസ് ക്രീംസ് ഒക്കെ ഇറക്കുന്നത്. അതാണ് അവിടെ പറയുന്നത് സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ്. ഇവരെ ഓരോ സെഗ്മെന്റ്സ് അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ ഓരോ എന്താണ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമറെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഓരോ ഐറ്റംസും അവരിറക്കുന്നത് അല്ലെ, ഓരോ കമ്പനീസ്. അതുപോലെ ഇപ്പൊ കിഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഹിമാലയ പൗഡർ ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനീസ് ഉണ്ടാവുമല്ലോ. അവരെന്താണ്, അവരുടെ സെലക്റ്റഡ് ആയിട്ടുള്ള കൺസ്യൂമർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? കിഡ്സ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ സെലക്റ്റഡ് കൺസ്യൂമർ സെഗ്മെന്റ് ബേബീസ് അല്ലെങ്കിൽ കിഡ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഫേസ് ക്രീം അങ്ങനെയുള്ള കമ്പനീസ് ആണെങ്കിൽ വുമൻസ് ആയിരിക്കാം അവരുടെ സെലക്റ്റഡ് കൺസ്യൂമർ എന്ന് പറയുന്നത് അല്ലെ. അവരെ കണ്ടുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഐറ്റംസുകൾ, ഇങ്ങനെയുള്ള ഫേസ് ക്രീമുകൾ അവരുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ചില കമ്പനികൾ ഇപ്പോ കുട്ടികളുടെ പൗഡർ ക്രീംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ സെലക്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിലെ സെലക്റ്റഡ് കൺസ്യൂമർ സെഗ്മെന്റ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആ ഗ്രൂപ്പ് ആരെ ആയിരിക്കാം? കുട്ടികളെ ആയിരിക്കാം മുന്നിൽ കണ്ടുകൊണ്ട് അവര് അത് ചെയ്യുന്നത് അല്ലെ, അത് ഇറക്കുന്നത്. അവരുടെ ഓരോ ഡിഫറൻസ് ആയിട്ടുള്ള സെലക്റ്റഡ് കൺസ്യൂമർ സെഗ്മെന്റ്സ് ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് ദ development and systematic distribution of the goods and services for selected consumer segment. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോ കുട്ടികളെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം, ചിലപ്പോ എന്താണ് ലേഡീസിനെ അല്ലെ വുമൻസിനെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഓരോ കമ്പനീസും ഓരോ പ്രൊഡക്റ്റുകൾ ഇറക്കുന്നത്. അപ്പോ അവരുടെ സെലക്റ്റഡ് ആയിട്ടുള്ള കൺസ്യൂമർ സെഗ്മെന്റിനെ
മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അവരെ തെരഞ്ഞെടുത്തുകൊണ്ട് അതുപോലെ തന്നെ അവർക്കുള്ള ഇവരെ എന്താണ് ഈ കൺസ്യൂമറെ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടും അതുപോലെ തന്നെ വികസിപ്പിച്ചെടുത്തതുമായിട്ടുള്ള ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ആക്ടിവിറ്റീസിനെ എന്ന് പറയുന്നുണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആയോ? സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ് ഗ്രൂപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവർക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തതും സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതുമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിനെ നമ്മൾ മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇത് മനസ്സിലാക്കി എടുക്കാനായിട്ട്. ക്ലിക്കായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഒന്നുകൂടി മിസ് പറയാം. സെലക്ടഡ് ആയിട്ടുള്ള കൺസ്യൂമർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾ മനസ്സിലാക്കാം. ഇപ്പൊ ഫേസ് ക്രീം വുമൻസിന് വേണ്ടിയിട്ട് മാത്രം, അതുപോലെ തന്നെ കിഡ്സിന് ഇപ്പൊ പാരസിറ്റമോളിന്റെ സിറപ്പ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലേ ഓരോ കമ്പനീസും ഇറക്കുന്നത്. അപ്പൊ എന്താണ് അവരെ മുന്നിൽ കാണുന്ന കസ്റ്റമേഴ്സ് ആരായിരിക്കും? കിഡ്സ് ആയിരിക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ്. ഓരോരോ ഏജ് ഗ്രൂപ്പുള്ള കൺസ്യൂമേഴ്സ് ഉണ്ടാവും. അവരെ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് വികസിപ്പിച്ചെടുത്തതും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനുമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ആക്ടിവിറ്റിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? രണ്ടാമത്തെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മാർക്കറ്റിംഗ് ഈസ് ദ ഫങ്ഷണൽ മാനേജ്മെന്റ് ബൈ ആൻഡ് ഓക്കെ ആണ് കേട്ടോ. അപ്പോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് പാരസിറ്റമോള് അതുപോലെ ബേബിസിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഡെഫിനിഷൻ നോക്കാം. മാർക്കറ്റിംഗ് ഈസ് ദ ഫങ്ഷണൽ മാനേജ്മെന്റ് ബൈ ആൻ ഓർഗനൈസേഷൻ of its exchange relations with its various markets. എന്താ പറയുന്നത്? Marketing is the functional management by an organization of its exchange relation with its various markets. ഇപ്പോ ഒരു എക്സ്ചേഞ്ച് ഷോപ്പ്, നമ്മളൊരു കട തുടങ്ങി ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് സാധനങ്ങൾ അല്ലെ അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മുടെ കടയിലേക്ക് കൊണ്ടുവരാം. നമ്മൾ എവിടെ നിന്നായിരിക്കും എടുക്കുന്നത് മെറ്റീരിയൽസ്? ഏത് കടകളിൽ നിന്നായിരിക്കും? ഹോൾസെയിൽ ആയിട്ടുള്ള കൂടുതലുള്ള അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വില കുറവിന് ഡ്രസ്സുകൾ അല്ലെ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് നമ്മുടെ കടയിൽ ഇട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വില കൂട്ടി നമുക്ക് വിൽക്കാം അല്ലെ. ഹോൾസെയിൽ കടകളിൽ നിന്ന് നമ്മളെ സാധനങ്ങൾ എടുത്ത് നമ്മളെ കടകളിലേക്ക് റീറ്റെയിൽ ഷോപ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവര് തമ്മിൽ എന്ത് നടക്കുന്നുണ്ട്? ഹോൾസെയിലും റീറ്റെയിലും തമ്മിൽ എന്താ നടക്കുന്നത്? മാർക്കറ്റിംഗ് അല്ലെ, ഒരു ബിസിനസ് നടക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? വിവിധ വിപണികളുമായിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങള് നിയന്ത്രിക്കുന്ന പ്രവർത്തനത്തെ മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടിയും പറയാം. മാർക്കറ്റിംഗ് എന്നത് കൊണ്ട് ഈ തേർഡ് ഡെഫിനിഷനിൽ ഉദ്ദേശിക്കുന്നത് എത്ര മാത്രമേ ഉള്ളൂ? വിവിധ വിപണികളുമായിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന പ്രവർത്തനത്തെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഒരു പല റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷോപ്പിലേക്ക് ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് നമ്മുടെ കടകളിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അല്ലെ. വാങ്ങുകയും അവിടെ ബിസിനസ് ആണ് നടക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന പല വിപണികളുമായിട്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ എന്ന് പറയുന്നുണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആയോ? കൺസെപ്റ്റ് കിട്ടിയോ? ഓക്കെ ആണോ? 3 ഡെഫിനിഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ഡെഫിനിഷൻ
ഡിഫറെന്റ് മാർക്കറ്റിംഗ്. ഇപ്പൊ നമ്മളൊരു സ്ഥാപനം, ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി. എന്റെ കടയിലേക്ക് സാധനങ്ങൾ ഞാൻ എന്താണ് വില കുറവിന് സാധനങ്ങൾ വാങ്ങിക്കണം അല്ലെ, എന്നാലേ എനിക്ക് എന്തുണ്ടാവുള്ളൂ, പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ എവിടെ പോയാൽ വാങ്ങിക്കാം? ഹോൾസെയിൽ ഷോപ്പിൽ അല്ലെ, കൂടുതൽ മെറ്റീരിയൽസ് ഉള്ള ഷോപ്പിൽ പോയിട്ട് ഞാൻ വാങ്ങിക്കും. അവിടെ നിന്ന് കുറെ സാധനങ്ങൾ എനിക്ക് എന്ത് കിട്ടും? ഡിസ്കൗണ്ട് അല്ലെങ്കിൽ എന്താണ് വില കുറവിന് കിട്ടും അല്ലെ, കിട്ടില്ലേ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? എന്റെ ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് ഇത്തിരി വില കൂട്ടി വിൽക്കും, എന്നാലും എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, വിവിധ വിപണികളുമായിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഡെഫിനിഷൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഡെഫിനിഷനും അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓപ്ഷൻസ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഡെഫിനിഷൻ ഏതൊക്കെയാണ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഡെഫിനിഷൻ, ഇത് ഏതിന്റെ ഡെഫിനിഷൻ ആണെന്ന് ചോദിക്കാം. നിങ്ങൾ എഴുതുന്നത് എന്താണ്? മാർക്കറ്റിംഗ്. ഒക്കെയാണോ ഡെഫിനിഷൻ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ്, മാർക്കറ്റിംഗ് ഇൻ ഹോസ്പിറ്റൽ ഇസ് ഫണ്ടമെന്റലി the same as that of any business organization. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെയും മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം തന്നെയാണെന്നാണ് പറയുന്നത് അല്ലെ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെയും ഒരു ബിസിനസിന്റെയും അടിസ്ഥാനപരമായിട്ട് നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും മെയിൻ ആയിട്ട് എയിം എന്ന് പറയുന്നത്? ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രധാന എയിം എന്തായിരിക്കാം? പ്രധാനമായിട്ട് പ്രോഫിറ്റ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ആണെങ്കിലോ നമ്മള് അവിടെ കൊടുക്കുന്നത് സർവീസ് ആണ്. എന്നിരുന്നാൽ കൂടി ഒരു ഇന്നർ മീനിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ അല്ലെ? എന്താണ് പല ഹോസ്പിറ്റലുകളും നമ്മൾ കാണാൻ പറ്റും. നമുക്ക് എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോ പുതിയ സർവീസുകൾ കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും അവരുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ്പെൻസീവ് ട്രീറ്റ്മെന്റ് ആണ്. എക്സ്പെൻസീവ് ട്രീറ്റ്മെന്റിൽ നിന്ന് അവർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട്. അപ്പോ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ആയാലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളുടെ ആയാലും അടിസ്ഥാനപരമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് തന്നെയാണ് അല്ലെ? ഓക്കെ. But the marketing is still treated as the orthodox mode of promoting and selling healthcare. അതുപോലെ തന്നെ ഇപ്പോ പല ഹോസ്പിറ്റലുകളിലായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അഡ്വർടൈസ്മെന്റ് ഒക്കെ ഇല്ലേ? മാർക്കറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പുതിയ ഫെസിലിറ്റീസ് അതുപോലെ തന്നെ സർവീസ് കൊടുക്കുന്നത് കാണാൻ പറ്റും അല്ലെ? കണ്ണാശുപത്രിയുടെ ഒക്കെ നിങ്ങൾ കാണാറുണ്ടല്ലേ? അഹല്യ ഹോസ്പിറ്റല്, അതുപോലെ അവരുടെ വന്നിരിക്കുന്ന പുതിയ ടെക്നോളജീസുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? അതൊക്കെ എന്താണ് ഇപ്പോഴുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം മിസ്കൺസെപ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്. മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റിദ്ധാരണ അല്ലെ? മാർക്കറ്റിംഗിന്റെ തെറ്റിദ്ധാരണയാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, മാർക്കറ്റിംഗ് ഈസ് ജസ്റ്റ് സെല്ലിംഗ്. എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ജസ്റ്റ് സെല്ലിംഗ് എന്നാണ്. അതെന്താണ്? ഒരു തെറ്റിദ്ധാരണയാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, സെല്ലിംഗ് ഈസ് ജസ്റ്റ് വൺ ഓഫ് സെവറൽ ഫങ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്. സെല്ലിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗില് കുറെ ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇനി നോക്കാം, മാർക്കറ്റിംഗ് ഹാസ് ദ സെവറൽ ഫങ്ഷൻസ് ലൈക്ക്. ഏതൊക്കെയാണ് മാർക്കറ്റിംഗിന്റെ സെവറൽ ആയിട്ടുള്ള ഫങ്ഷൻസ്? നീഡ് അസസ്മെന്റ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. നീഡ് അസസ്മെന്റ് ഉണ്ട്, മാർക്കറ്റിംഗ് റിസർച്ച് ഉണ്ട്,
പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഉണ്ട്, പ്രൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് സെവറൽ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗിൽ വരുന്നത്. അതിനകത്ത് സെവറൽ ഫങ്ഷൻസിൽ ഒരു ഫങ്ഷൻ ആണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് സെല്ലിംഗ് അല്ലെ, സെല്ലിംഗ് ആണെന്നാണ് പറയുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ്. സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാർക്കറ്റിംഗിന് കുറെ ഫങ്ഷൻസ് ഉണ്ട്, അതിലെ ഒരു ഫങ്ഷൻ ആണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. മറ്റു ഫങ്ഷനുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അസസ്മെന്റ് ഉണ്ട്, മാർക്കറ്റിംഗ് റിസർച്ച് ഉണ്ട്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഉണ്ട്, പ്രൈസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. Objective of marketing is to make surplus, selling surpluses. അപ്പോ മാർക്കറ്റിംഗിന്റെ പ്രഥമമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റീവ് പ്രധാന ലക്ഷ്യം എന്ന് പറയാം അല്ലെ, എയിം എന്ന് പറയാൻ പറ്റുന്നത് അല്ലെ, ഉദ്ദേശം അല്ലെ. പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? സർപ്ലസ് അല്ലെ, വിൽപ്പനയെ വർദ്ധിപ്പിക്കുക. വിൽപ്പനയെ വർദ്ധിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാവും അല്ലെ. ഓക്കെ, മാർക്കറ്റിന്റെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല് സെല്ലിംഗ് സർപ്ലസ്. ഓക്കെ, സെല്ലിംഗ് സർപ്ലസ്, വിൽപ്പനയെ വർദ്ധിപ്പിക്കുക. അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. പ്രോഫിറ്റ് എയിം ചെയ്യാൻ പറ്റുന്നതിലൂടെ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ഉണ്ടാവും അല്ലെ. കടകൾക്ക് മാർക്കറ്റിംഗിലൂടെ നല്ല രീതിയിൽ വിൽപ്പനയെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ നെക്സ്റ്റ് ആണ് രണ്ട് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്വാളിറ്റി അലോങ് ഈസ് നോട്ട് ഇനഫ്. ക്വാളിറ്റിക്ക് മാത്രമല്ല പ്രാധാന്യം നൽകേണ്ടത് അല്ലെ. നമ്മളിപ്പോ ഒരു കടയിൽ ഒരു സാധനം അല്ലെങ്കിൽ ഒരു കമ്പനി ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വാളിറ്റിക്ക് മാത്രം പ്രാധാന്യം കൊടുത്താല് സക്സസ്ഫുൾ ആവോ? അതിന്റെ ക്വാളിറ്റിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇല്ല. നമുക്ക് അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. ക്വാളിറ്റിയിൽ മാത്രം പ്രാധാന്യം നൽകേണ്ടത്. ഓക്കെ, ക്വാളിറ്റിയിൽ മാത്രമല്ല പ്രാധാന്യം നൽകേണ്ടത്. വെരി ഗുഡ്. നമ്മൾ റേറ്റ് കൊടുക്കണം അല്ലെ. നമുക്ക് നോക്കാം, എക്സാമ്പിൾ നോക്കാം കേട്ടോ. എക്സാമ്പിൾ ഓഫ് Pioneer Tool and Die Companies. Case of manufacturing perfectly engineered mouse trap. എന്താണ് മൗസ് ട്രാപ്പ് എന്ന് പറഞ്ഞാല്? എലിക്കെണി അല്ലെ. എലിക്കെണി ഉണ്ടാക്കി ആരാണ്? പനീർ ടൂൾ ആൻഡ് ഡൈ കമ്പനി എന്ത് ചെയ്തു? എലിക്കെണി മാനുഫാക്ചർ ചെയ്തു, എലിക്കെണി ഉണ്ടാക്കി. മൗസ് ട്രാപ്പ് ഹൈ കോസ്റ്റ്, അവർ എന്ത് നൽകി? മൗസ് ട്രാപ്പ് നല്ല ക്വാളിറ്റിയോട് കൂടി അവര് മാനുഫാക്ചർ ചെയ്തതുകൊണ്ട് തന്നെ അത് ഹൈ കോസ്റ്റിലും ഹൈ ക്വാളിറ്റിയിലും നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും കൊണ്ട് മാർക്കറ്റിൽ ഇറക്കി. ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി. എന്തായിരുന്നു? ഹൈ കോസ്റ്റിലായിരുന്നു അവർ ഇറക്കിയത്. ഇപ്പൊ എന്താണ്? നോ സെയിൽസ്. അവിടെ എന്താണ്? സാധാരണക്കാർക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ പറ്റുമോ? ക്വാളിറ്റി നല്ലതാണ്, അതുപോലെ തന്നെ ഹൈ കോസ്റ്റും ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് അത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്ത് സംഭവിച്ചു? നോ സെയില്, സെയില് നടന്നില്ല. ഫെയിൽ ടു ഇഫക്റ്റീവ്ലി മാർക്കറ്റ്. ആ മാർക്കറ്റിൽ അത് എന്തായിട്ട് മാറി? അത് ഫെയിൽ ആയിട്ട് മാറി. മനസ്സിലായോ? അപ്പൊ നമ്മള് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്വാളിറ്റി കൊടുത്തുകൊണ്ട് ഹൈ കോസ്റ്റില് മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാല് സാധാരണ ജനങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ. സാധാരണ ജനങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലും കൂടി നമ്മൾ എന്ത് ചെയ്യാം? ക്വാളിറ്റി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ റേറ്റും സാധാരണ ജനങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി മാറ്റണം. അല്ലെങ്കിൽ എന്താണത്? മാർക്കറ്റില് ഫെയിലായി പോകും. ഓക്കെ, ഇനി എന്താണ്? ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് is vital to successful marketing. Example of Coca-Cola company gets rid of old Coke and introduced new Coke. Coca-Cola company നമുക്കറിയാലോ, ആദ്യം അവരുടെ പ്രൊഡക്റ്റ് ഇറക്കിയപ്പോൾ മാർക്കറ്റില് സക്സസ്ഫുൾ ആവാതെ അതെന്ത് ചെയ്തു? ഫെയിൽ ആയി പോയി. ഇനി പിന്നെ അവരെന്ത് ചെയ്തു? അതിന്റെ പ്രൊഡക്റ്റില്
അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി, അതിന്റെ ക്വാണ്ടിറ്റിയില്, അതുപോലെ തന്നെ അതിന്റെ ലേബലിംഗില്, അതിന്റെ കുപ്പിയില് അല്ലെ ഷേപ്പില്, കുപ്പിയുടെ ഷേപ്പ് ഒക്കെ മാറ്റം വരുത്തി രണ്ടാമത് പുതിയതായിട്ട് മാർക്കറ്റില് കൊക്കക്കോള കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കി. അപ്പൊ എന്താണ് അത് കൺസ്യൂമേഴ്സ് നീഡ്സ് അനുസരിച്ചും അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് ആണ് അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്തു മാർക്കറ്റില്? സക്സസ് ആയോ അല്ലെങ്കിൽ ഫെയിൽഡ് ആയോ? സക്സസ് ആയിട്ട് മാറി അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടത്? മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോ കൺസ്യൂമർക്ക് അല്ലെ അല്ലെങ്കിൽ യൂസർക്ക് അല്ലെങ്കിൽ കൺസ്യൂമർക്ക് അത് വാങ്ങിക്കാനുള്ള രീതിയിലുള്ള പ്രൈസും അതുപോലെ തന്നെ അവരുടെ നീഡ്സും അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചുമായിരിക്കണം ഓരോ പ്രൊഡക്റ്റും ഇറക്കേണ്ടത്. അല്ലെങ്കിൽ എന്താവും? മാർക്കറ്റിൽ അത് ഫെയിൽഡ് ആയിട്ട് പോകും. ക്ലിയർ ആയില്ലേ? രണ്ട് എക്സാമ്പിൾ ആണ് അവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അധികം വായിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മനസ്സിലായില്ലേ രണ്ട് എക്സാമ്പിളും? ഓക്കെ ആണോ? ഇനി നോക്കാം മാർക്കറ്റ് റിസർച്ച്. കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവേഷണം അല്ലെ. നമ്മളൊരു മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ പോകുമ്പോൾ ആ മാർക്കറ്റിൽ അത് സക്സസ്ഫുൾ ആവോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. നമുക്ക് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കേട്ടോ. വാട്ട് ഡു കസ്റ്റമേഴ്സ് വാണ്ട്? വാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡു കസ്റ്റമേഴ്സ് വാണ്ട്? അവരുടെ ആവശ്യങ്ങൾ അല്ലെ. കസ്റ്റമറിന്റെ ആവശ്യം എന്താണ്? അതാണ് നമ്മള് ആദ്യം നോക്കേണ്ടത്. ആവശ്യം എന്താണ്? വാട്ട് പ്രൈസ് ഈസ് ഹി റെഡി ടു പേ? എന്ത് വില കൊടുക്കാനാണ് അവര് തയ്യാറാകുന്നത് അല്ലെ. നമ്മൾ പഠിച്ചു കസ്റ്റമേഴ്സിന്റെ ലോ ക്വാളിറ്റി അല്ലെങ്കിൽ സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം പ്രൊഡക്റ്റ് നമ്മൾ അവിടെ ഇറക്കേണ്ടത്. ഇനി എന്താണ്? വേർ ആൻഡ് വെൻ goods are required. വേർ എന്ന് പറഞ്ഞാൽ എന്താണ്? എവരിഡേ. വെൻ എപ്പോൾ. അപ്പം എവരിഡേ എപ്പോൾ ആണ് സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നത് അല്ലെ. ഓക്കെ. അതാണ് മൂന്നാമത് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ്? മാർക്കറ്റ് ബിഗിൻസ് ബിഫോർ പ്രൊഡക്ഷൻ കംസ് അബൌട്ട്. എന്താണ്? പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുൻപ് തന്നെ നമ്മള് മാർക്കറ്റിംഗ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളിപ്പോ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ അത് ഇറക്കുന്നതിന് മുൻപ് നമ്മള് എന്ത് ചെയ്യാറുണ്ട്? മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. പറയുന്നത് അതാണ്. ഇപ്പോ കമൻസും അല്ലെങ്കിൽ എന്താണ് ലോഞ്ചിങ് ഒക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? പ്രമോഷൻ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? കമൻസും ലോഞ്ചിങ് ഒക്കെ പറഞ്ഞിട്ട്. ഓക്കെ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുൻപ് തന്നെ മാർക്കറ്റിംഗ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. ആൾക്കാരുടെ ശ്രദ്ധ പറ്റണോ അല്ലെ. ശ്രദ്ധ നല്ല രീതിയിൽ എത്തിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് സക്സസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുൻപ് തന്നെ നമ്മള് മാർക്കറ്റിംഗ് നടത്തേണ്ടത്. പ്രമോഷൻ ഒക്കെ നടത്താറുണ്ട്. ഓക്കെ. ഇനി നോക്കിയേ. മാർക്കറ്റിംഗ് ends in failure when business is product oriented rather than the consumer oriented. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എക്സാമ്പിള് അതെന്തായിരുന്നു? ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത് പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിരുന്നു അല്ലെ. പ്രൊഡക്റ്റിന് മാത്രം ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടാണ് അവര് ബിസിനസ് തുടങ്ങിയത്. അതുകൊണ്ടാണ് അവര് സക്സസ്ഫുൾ ആവാനത് അല്ലെ. നമ്മള് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ എന്ത് വേണം? കസ്റ്റമർ ഓറിയന്റഡ് ആയിരിക്കണം. സാധാരണ ജനങ്ങൾക്ക് വാങ്ങിക്കാൻ തരത്തിലുള്ള പ്രൊഡക്റ്റിന് പ്രൈസ് നമ്മൾ നിശ്ചയിക്കാം. അതുപോലെ ആളുകൾക്ക് നല്ല രീതിയിൽ ചില പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചിലപ്പോൾ ക്രീമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാണ്ട് വരാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള രീതിയിലൊന്നും ആവാതെ നല്ല രീതിയിൽ കസ്റ്റമർ ഓറിയന്റഡ് ആയിരിക്കണം. ഓക്കെ. റിസൾട്ട് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഓറിയന്റഡ് റീസണബിൾ റേറ്റിനായിരിക്കണം നമ്മള് ഈ മാർക്കറ്റില് പ്രൊഡക്റ്റുകൾ ഇറക്കേണ്ടത്. സാധാരണ ജനങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസ് ആയിരിക്കണം നമ്മള് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം?
സാധനങ്ങള് നമ്മൾ എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് നോക്കാം. ഇത്തരം കാര്യങ്ങളാണ് മാർക്കറ്റ് റിസർച്ചിൽ വരുന്നത് കേട്ടോ. വായിച്ചു നോക്കി ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തത്. മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഫങ്ഷൻസ് നോക്കാം. അതുപോലെ ഒബ്ജക്റ്റീവ്, സെല്ലിംഗ് സർപ്ലസസ്, വിൽപ്പനയെ വർദ്ധിപ്പിക്കുക, അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ എക്സാമ്പിൾസ് ആണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ളൂ. മാർക്കറ്റ് റിസർച്ച് ആയാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ ഒന്നും വരാറില്ല കേട്ടോ. സെക്കൻഡ് പോയിന്റ്, വാട്ട് പ്രൈസ് ഈസ് ഹി ടു റെഡി? അവനെ എത്ര രൂപ കൊടുക്കാനാണ് അവൻ തയ്യാറാകുന്നത്? Last point, marketing ends in failure when the business is product oriented rather than customer oriented. നമ്മളിപ്പോ ഒരു മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇറക്കേണ്ടത്. അതാണ് കസ്റ്റമർ ഓറിയന്റഡ് എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ കണ്ടല്ലേ, എന്താണ് പനീർ ടൂൾ ആൻഡ് ഡൈ കമ്പനി ഇറക്കിയ ഈ മൗസ് ട്രാപ്പ് എന്ന് പറഞ്ഞ എലിക്കിണി എന്തായിരുന്നു? പ്രൊഡക്റ്റിന് പ്രാധാന്യം നൽകിയിട്ടാണ് അവർ ഇറക്കിയത് അല്ലെ, പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈ കോസ്റ്റും ഹൈ ക്വാളിറ്റിയിലുമാണ് മാർക്കറ്റിൽ ഇറക്കിയത്. അങ്ങനെ മാർക്കറ്റിൽ ഇറക്കുമ്പോ എന്താണ്, സാധാരണ ജനങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മള് ബിസിനസ് അല്ലെങ്കിൽ മാർക്കറ്റില് ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോ പ്രൊഡക്റ്റ് ഓറിയന്റഡ് രീതിയിൽ ഇറക്കാൻ പാടില്ല. അത് ഫെയിലിയർ ആയിട്ട് മാറും മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്, മാർക്കറ്റിൽ ഇറക്കാനായിട്ട്. കസ്റ്റമേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവന് യോജിച്ച രീതിയിൽ അവന് സാധാരണ ജനങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസും വേണം അതിന് നമ്മള് കൊടുക്കാനായിട്ട്. ക്ലിയർ ആയോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാർക്കറ്റിംഗിന്റെ ഡെഫിനേഷൻ നോക്കണം, അതുപോലെ തന്നെ ഫങ്ഷൻസ് നോക്കാം, ഒബ്ജക്റ്റീവ്, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പേജിൽ നോക്കേണ്ടത് കേട്ടോ. വായിച്ചു കഴിഞ്ഞാൽ കമ്പിടാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് ടോപ്പിക് ആണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. എന്താണ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാല്? സ്ട്രാറ്റജീസ് എന്തായിരിക്കും? വെരി ഗുഡ്, തന്ത്രങ്ങൾ അല്ലെ, മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങള്. നമ്മുടെ സാധനങ്ങള് നമ്മൾ ഇറക്കാൻ വേണ്ടിയിട്ട്, മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങള് നോക്കാം. ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻസ് വിത്ത് കൺസ്യൂമർ. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് അല്ലെ, ഫലപ്രദമായിട്ടുള്ള
മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് ആരിൽ നിന്നാണ്? കൺസ്യൂമേഴ്സിൽ നിന്നാണ് അല്ലെ. കൺസ്യൂമേഴ്സിൽ നിന്ന്. ഇഫക്റ്റീവ് മാർക്കറ്റിംഗ്, ഫലപ്രദമായിട്ടുള്ള മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് കൺസ്യൂമേഴ്സിൽ നിന്ന്. Once the target segment of consumer is identified and their requirements evaluated, working out strategy is the next step. ഞാനൊരു കമ്പനി എൻ്റെ കമ്പനി ഉണ്ട്. ആ കമ്പനിയില് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഫേസ് ക്രീമാണ്. ആരെ ടാർഗറ്റ് ചെയ്യണം നമ്മള്? ആദ്യമായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിനെ നമ്മള് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞല്ലേ. ആരെയായിരിക്കും സെലക്ട് ചെയ്യാം? വുമൻസിനെ നമ്മൾ സെലക്ട് ചെയ്തു. അവരുടെ റിക്വയർമെന്റ്സ് അല്ലെ, അവരുടെ ആവശ്യങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഫേസ് ക്രീം ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. ഇനി അതിന് ഉപയോഗിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എഫക്റ്റീവ് മാർക്കറ്റിംഗ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം കൺസ്യൂമറെ ഐഡന്റിഫൈ ചെയ്തു. ഞാൻ എടുത്തിരിക്കുന്ന കൺസ്യൂമർ, ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന കൺസ്യൂമർ ആരാണ്? വുമൻസ് ആണ്. ഞാൻ കൺസ്യൂമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവരുടെ ആവശ്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തു അല്ലെ. അവർക്ക് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫേസ് ക്രീംസിന് എന്തൊക്കെയാണ് വെളുക്കാനായിട്ടുള്ള, എത്ര ക്വാണ്ടിറ്റി, എത്ര ക്വാളിറ്റിയിൽ കൊടുക്കണം, എത്ര ക്വാണ്ടിറ്റിയിൽ കൊടുക്കണം, എത്ര പ്രൈസിൽ കൊടുക്കണം, അവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാനത് വിലയിരുത്തി. Their requirements evaluated. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്? Working out strategies is the next step. രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മളുടെ കൺസ്യൂമറെ ഐഡന്റിഫൈ ചെയ്തു, അവരുടെ ആവശ്യങ്ങൾ വിലയിരുത്തി. തേർഡ് സ്റ്റെപ്പ് എന്താണ്? അത് നല്ല രീതിയിൽ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? തന്ത്രങ്ങൾ നമ്മൾ ആവിഷ്കരിക്കണം അല്ലെ. അതിനുള്ള തന്ത്രങ്ങൾ ഞാൻ എന്ത് ചെയ്തു? വർക്ക്ഔട്ട് ചെയ്തു, ആവിഷ്കരിച്ചു. ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങൾ ഈ കിങ് ലെയർ കണ്ടിട്ടുണ്ടോ? ഫിലിം ദിലീപിന്റെ. ഓക്കെ, അതിനകത്ത് പറയുന്നുണ്ടല്ലേ കുറച്ച് തന്ത്രങ്ങളുടെ കാര്യം. മറ്റേ ഫേസ് ക്രീം ആണ് തോന്നുന്നു അല്ലെ. അപ്പോ ഒരു മന്ത് കൊണ്ട് ഉപയോഗിക്കുന്ന ആ ക്രീം അതിന്റെ ഹാളിന്റെ വലിപ്പം കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്? പകുതി മാസം കൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? പുതിയത് വാങ്ങിക്കാനായിട്ട് വെച്ചോ അല്ലെ. ഹാളിന്റെ വലിപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിൽ നിന്നും വരുന്ന ആ ക്രീം കൂടുതലായിരിക്കും. അപ്പൊ ഉപയോഗിക്കും തോറും നമുക്ക് എന്താണ്? ഒരു മാസം കൊണ്ട് തന്നെ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ക്രീം അരമന്ത് കൊണ്ട് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് വാങ്ങിക്കാനായിട്ട്. ഓക്കെ, അതാണ് തന്ത്ര സ്ട്രാറ്റജി എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ ഇപ്പോ? ഓക്കെ, നമ്മൾ പറഞ്ഞു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രങ്ങൾ അല്ലെ, മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ്. ആയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത്, ബിഗിൻ ചെയ്യുന്നത് കൺസ്യൂമേഴ്സിൽ നിന്നാണ്. ഇനി അതിനെന്ത് ചെയ്യണം? ആദ്യം നമ്മള് മിൽക്ക് പൗഡറുകൾ അങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ കമ്പനീസ് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? സ്ട്രാറ്റജീസ് എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ആദ്യം കൺസ്യൂമറെ ഐഡന്റിഫൈ ചെയ്തു, അവരുടെ ആവശ്യങ്ങൾ അല്ലെ, റിക്വയർമെന്റ്സ് വിലയിരുത്തി. അതിനുശേഷം അത് വർക്ക്ഔട്ട് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങള് നമ്മൾ ആവിഷ്കരിച്ചു. ക്ലിയർ ആയോ? മൂന്ന് കാര്യങ്ങളും. അതുപോലെ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ, ചോദിച്ചു കണ്ടിട്ടുണ്ട്. എഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻസ് വിത്ത് ഡാഷ് ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് 4 P's ഓഫ് മാർക്കറ്റിംഗ്. ഏതൊക്കെയാണ് 4 P's? 4 P's. മാർക്കറ്റിംഗിന്റെ 4 P's ഓർത്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രമോഷൻ. പ്രൊഡക്റ്റ് അറിയാലോ. ബികോമിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ബികോമിൽ പഠിച്ചവർക്ക് അറിയാൻ പറ്റും. അപ്പൊ അല്ലാത്തവരൊന്ന് ഓർത്ത് വെക്കാം. 4 P ആണ്. ഫസ്റ്റ് ആൽഫബറ്റ് എന്ന് പറയുന്നത് P ആണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. പ്രൊഡക്റ്റ് ഉണ്ട്,
പ്രൈസ്, പ്രമോഷൻ, പ്ലേസ്. ഓക്കെ, ഇപ്പോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്ന ഏതൊരു ഉൽപ്പന്നത്തെയും നമ്മൾ പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്. എഴുതി വെക്കണോ നിങ്ങൾക്ക്? എഴുതി വെക്കുന്നവർ എഴുതി വെച്ചോളൂ കേട്ടോ. മീൻസ് പറയാം. കൺസ്യൂമറിന്റെ ഉൽപ്പന്നം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച്, സംതൃപ്തിക്കനുസരിച്ച് മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്ന ഏതൊരു ഉൽപ്പന്നവും പ്രൊഡക്റ്റ് എന്ന് പറയുന്നു. ഏതൊരു ഉൽപ്പന്നത്തെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നു അല്ലെ? മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിലേക്ക് ഓരോ പ്രൊഡക്റ്റുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഓരോ ഉൽപ്പന്നത്തെയും. അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രൈസ് എന്തായിരിക്കും? പ്രൈസ് അറിയാലോ. പ്രൈസ് വില. നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി, ആ പ്രൊഡക്റ്റിന് വേണ്ടി കൊടുക്കുന്ന അല്ലെ? പ്രൊഡക്റ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന തുക അല്ലെ? അതിനെയാണ് നമ്മള് വില എന്ന് പറയുന്നത്. പ്രൈസ്. പ്രൊഡക്റ്റ് ലഭിക്കാൻ വേണ്ടി നാം കൊടുക്കുന്ന വില, ഇതിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ലഭിക്കാൻ വേണ്ടി നാം കൊടുക്കുന്ന വില. നെക്സ്റ്റ് ആണ്, ഇപ്പൊ പ്രൊഡക്റ്റും പ്രൈസും എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ് പ്ലേസ് അല്ലെ? പ്ലേസ് എന്തായിരിക്കും? കൺസ്യൂമർ എവിടെയാണോ ആ സ്ഥലമാവാം. കൺസ്യൂമർ എവിടെയാണോ ആ സ്ഥലമാവാം. അല്ലെങ്കിൽ എന്താണ്? സെയിൽ എവിടെയാണോ നടക്കുന്നത് ആ സ്ഥലമാവാം. രണ്ട് പ്ലേസിനെയും നമ്മള് പ്ലേസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. കൺസ്യൂമർ എവിടെയാണോ ആ സ്ഥലത്തെയും, അതുപോലെ തന്നെ സെയിൽ എവിടെയാണോ നടക്കുന്നത് ആ സ്ഥലത്തെയും നമ്മള് പ്ലേസ് എന്ന് പറയുന്നുണ്ട്. കൺസ്യൂമർ എവിടെയാണോ ആ സ്ഥലമാകാം, അല്ലെങ്കിൽ സെയിൽ എവിടെയാണോ നടക്കുന്നത് ആ സ്ഥലമാവാം. ഇനി നെക്സ്റ്റ് ആണ് പ്രമോഷൻ. പ്രമോഷൻ എന്താണ്? പ്രചരിപ്പിക്കുക അല്ലെ? അഡ്വർടൈസ്മെന്റ് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ? ഓക്കെ, എന്താണ്? ഒരു പ്രൊഡക്റ്റ് വിപണിയിൽ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്താൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടാണ് പ്രമോഷൻ നടക്കുന്നത് അല്ലെ? നമ്മള് സിനിമയുടെ ഒക്കെ പ്രമോഷൻ കാണാറില്ലേ? ഇല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ടീച്ചേഴ്സ് പറയുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഇപ്പോ വിപണിയിലേക്ക് ഇറക്കാൻ പോകുന്നുണ്ട്, വരുന്നുണ്ട് പറയാറുണ്ട് അല്ലെ? നമ്മള് അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട് അല്ലെ? പല അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ആ കസ്റ്റമറിലേക്ക് ആ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സുകള്, അതുപോലെ തന്നെ ക്വാളിറ്റി, വില, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെക്നോളജിയെ കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണാറുണ്ട് അല്ലെ? ആ ബെനിഫിറ്റ്സ് പറയാറുണ്ട് അവര്. അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അതിനൊക്കെയാണ് നമ്മൾ പ്രമോഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ പ്രമോഷൻ എന്ന് പറയുന്നത്. പ്രമോഷൻ എന്നത് എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ് അല്ലെ? കസ്റ്റമറും കമ്പനീസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്കിനെ നമുക്ക് പ്രമോഷൻ എന്ന് പറയുന്നത് അല്ലെ? അവരുടെ പ്രൊഡക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്നും കൂടി നമുക്ക് പ്രമോഷനെ പറയാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ഉണ്ട്, പ്ലേസ് ഉണ്ട്, പ്രൈസ് ഉണ്ട്, പ്രമോഷൻ ഉണ്ട്.
ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങള് ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ ഇന്ന്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും വരെ വായിച്ചു മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.